പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനത്തെ അനുസ്മരിക്കാൻ നാം ഏറ്റവും അടുത്ത് ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓശാന വരെയുള്ള ക്രിസ്തുവിൽ ആൾക്കൂട്ടങ്ങൾ കാതോർത്ത് കേൾക്കുന്ന ഹൃദയഹാരിയായ വാക്കുകൾ ഉതിർക്കുന്ന മഹാപ്രവാചകനുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുന്ന അത്ഭുത പ്രവർത്തകനുണ്ട്. അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി തെരുവീതിയിലൂടെ നീങ്ങിപ്പോകുന്ന വലിയ നേതാവുണ്ട്. ഇങ്ങനെയൊരാളെ അനുഗമിക്കുകയെന്നത് ഏതൊരു മനുഷ്യൻ്റെയും പ്രലോഭനമാണ്. എന്നാൽ ക്രിസ്തു യഥാർത്ഥത്തിൽ അതായിരുന്നില്ല. ക്രിസ്ത്യാനികളായ നാം അനുഗമിക്കുന്നത് ക്രൂശിതനെയാണ്. തിരുഹൃദയത്തിൻ്റെ സ്വന്തമാകുവാൻ, അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കുന്ന, അവിടുത്തെ വിലാപ്പുറം മുറിയപ്പെടാൻ അനുവദിച്ചുകൊണ്ടാണ്. ഓശാനയും അത്ഭുതങ്ങളും പ്രവചനങ്ങളുമൊക്കെ ശിഷ്യൻ കടന്നു പോകേണ്ട വഴികളാണ്. ജീവിതത്തിൻ്റെ മാറ്റുരയ്ക്കപ്പെടാൻ പോകുന്നത് കാൽവരിയിലാണ്. നമ്മുടെ ജീവിതത്തിലുമില്ലേ ഇതുപോലുള്ള അവസരങ്ങൾ? പ്രശംസകളും അംഗീകാരങ്ങളുമൊക്കെ ഏറ്റുവാങ്ങി മുന്നേറുമ്പോൾ വളരെ സന്തോഷത്തോടെ നന്നായി മുന്നോട്ട് പോകുന്നുവെന്ന് കരുതുന്ന അവസരങ്ങളിലായിരിക്കും പെട്ടെന്ന് നാം വിചാരിക്കാത്ത രീതിയിലുള്ള പ്രതിഭാസങ്ങളും പ്രതിസന്ധികളും സംഭവിക്കുക. ജീവിത സഹനങ്ങൾ പെരുകുന്നു നാഥ, താങ്ങാനാവില്ലെനിക്ക് ചുമടെടുക്കാനെന്ന് വിലപിച്ചുകൊണ്ട് സഹനങ്ങളെ പഴിച്ചും പിറുപിറുത്തും ദൈവഹിതത്തോട് മറുതലിക്കുന്ന നമുക്ക് ഒരു നല്ല വഴി പറഞ്ഞു തരികയാണ് ക്രിസ്തുനാഥൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലൂടെ. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമേനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. 2-ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു.
എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവൻ അവരെ വിട്ട് 3-ാം പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്തു വന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയം അടുത്തിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. ഗത്സമേനിലേക്കുള്ള യാത്രയും ഗത്സമേനിലെ ഈശോയുടെ പ്രാർത്ഥനയുമാണ് നാം ഇവിടെ കാണുക. ഹൃദയം കത്തുന്ന വേദനയോടെ സഹോദരന്മാരെയും കൂട്ടി അവിടുന്ന് യാത്രയാവുകയാണ് താൻ ഇടയ്ക്കിടെ പോവാറുള്ള ഒലിവുമലയിലേക്ക്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 പേരെ തൻ്റെ രൂപാന്തരീകരണത്തിൽ, തൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നവരെ അവിടുന്ന് പ്രത്യേകം വിളിച്ചു. എന്തു വന്നാലും തന്നെ തള്ളിപ്പറയുകയില്ലെന്ന് പറഞ്ഞവനെയും, തന്നോടൊപ്പം പാനപാത്രത്തിൽ നിന്നും കുടിക്കുകയും താൻ സ്വീകരിക്കാനിരിക്കുന്ന സ്നാനം സ്വീകരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞവരെയും കൂട്ടി അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ടു പോയി. തൻ്റെ രൂപാന്തരീകരണത്തിൽ മതിമറന്ന് സന്തോഷിച്ചവർക്ക് തൻ്റെ സഹനത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുവാനും സഹായിക്കുവാനും സാധിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ അവിടുന്ന് ഒരു കല്ലേറു ദൂരം മാറി കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുകയാണ്. 2 കാര്യം ഇതിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. 1, ഈ ലോകത്തിനും ഇവിടെയുള്ള വ്യക്തികൾക്കും നമ്മെ സഹായിക്കുന്നതിനും രക്ഷിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. 2, സഹനമയച്ചുകൊണ്ട് തന്നിലേക്ക് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. അവിടെ കമിഴ്ന്നു വീണുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹനത്തിൻ്റെ നിമിഷങ്ങളിലും ഒറ്റപ്പെടലിലുമൊക്കെ നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റണം. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. മനുഷ്യരിൽ ആശ്രയിക്കാതെ പിതാവിൽ ആശ്രയിക്കാൻ പറഞ്ഞ ഈശോ നമ്മെ വലിയ ഒരു സത്യം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പിതാവിൻ്റെ അടുക്കൽ പോകാം. അവിടെ എൻ്റെ ഹിതം നിർവഹിക്കപ്പെടുകയല്ല, എൻ്റെ സഹനം മാറ്റിവെക്കപ്പെടുകയല്ല, മറിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ നിനക്ക് ശക്തി ലഭിക്കുകയാണ്. പ്രാർത്ഥന സഹനം മാറ്റുവാനുള്ള ഉപാധിയല്ല, മറിച്ച് പിതാവിൽ നിന്നും സഹനശക്തി വാങ്ങിച്ചെടുക്കുവാനുള്ള സമയമാണ്. ഈ നോമ്പുകാലം നമ്മെ കൂടുതൽ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ സഹായിക്കട്ടെ. പ്രാർത്ഥന അത് ഒറ്റയ്ക്ക് മാത്രമേ സാധിക്കൂ. കൂട്ടായ്മയിലും നാം ഒറ്റയ്ക്കാണ് പ്രാർത്ഥിക്കുന്നത്. ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നവരുടെ തണലിൽ നമുക്ക് ജീവിക്കാനാവില്ല. ജീവിതബലി പൂർത്തിയാക്കുവാൻ ശക്തി കിട്ടുവാൻ ഈശോയെ പോലെ നാമും ഒരു കല്ലേറു ദൂരം മാറി നിൽക്കണം. ഗത്സമേനിൽ ഈശോ തൻ്റെ ഹൃദയവികാര വിചാരങ്ങൾ മുഴുവനും പിതാവിൽ സമർപ്പിച്ചു.
ആ ഹൃദയം തുറക്കലിൻ്റെ പ്രതീകമാണ് നാം ദർശിക്കുന്ന രക്തത്തുള്ളികൾ. നമുക്കും ഈ നിമിഷങ്ങളിൽ നമ്മുടെ ആത്മനാഥൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളുമൊക്കെ പകരാം. താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, കാൽവരി മലയുടെ വിരിമാറിൽ നിന്നും അലയടിച്ചുയരുന്ന കാരുണ്യമേ, കഴുകണമേ എന്നെ, കരുതണമേ, കരം പിടിച്ചെന്നെ നടത്തേണമേ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. താഴമേശയിൽ നിന്നും അപ്പമായി തീരുന്ന കാരുണ്യമേ, അന്ത്യത്തോളം കൂടെ വസിക്കാൻ ഭോജ്യമായി മാറുന്ന കാരുണ്യമേ, നിറയണമേ എന്നിൽ, അലിയണമേ, അങ്ങേതായി മാറ്റണേ ഈശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ബലിവസ്തുവോടൊപ്പം ബലിയായി തീരുവാൻ ബലമേകിടേണേ തമ്പുരാനേ. ജീവിതയാത്രയിൽ തിരുപ്പാതേയമായി രക്തശരീരങ്ങൾ ബലമാകട്ടെ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഓ കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്തു വയ്ക്കുകയാണ്. നാഥ, ഒരുപാട് കുറവുകളുള്ളവളാ
ഒരുപാട് നൊമ്പരങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാ. ഈശോയെ, പലപ്പോഴും മുന്നോട്ട് നീങ്ങുവാൻ ശക്തിയില്ല എന്ന് കണ്ട് ഭയപ്പെട്ട് പിന്നോട്ട് വലിയുന്നവരാ. ഈശോയെ, പലരിൽ നിന്നും ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടും അതൊക്കെ കിട്ടാതെ വരുമ്പോൾ ഒരുപാട് കരഞ്ഞു പോകുന്നവരാ. ഈശോയെ, പലപ്പോഴും മനുഷ്യരുടെ സ്നേഹവും അവരുടെ പരിഗണനയും ഒക്കെ കിട്ടാതെ പോകുമ്പോൾ നാഥ, അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി അങ്ങയെയാണ് കുറ്റപ്പെടുത്തുക. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളും നൊമ്പരങ്ങളുമൊക്കെയും നിന്റെ സ്നേഹത്തിലേക്കുള്ള അങ്ങയുടെ ക്ഷണമാണെന്ന് പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു. ഈശോയെ, എൻ്റെ ഓരോ സഹനത്തിൻ്റെയും നിമിഷങ്ങളിൽ എൻ്റെ കാതുകൾക്കടുത്ത് നിന്ന് അങ്ങ് പറയുകയുണ്ടായിരുന്നുവല്ലോ, മകളെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ തിരുവോസ്തി രൂപനായി ഞാൻ കാത്തിരിപ്പുണ്ട്. നിന്റെ വേദനകൾ കേൾക്കുവാൻ, നിന്റെ നൊമ്പരങ്ങൾ കാണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. നീ എന്നെ ഒന്ന് കേൾക്ക്, നീ എൻ്റെ അടുത്തേക്കൊന്ന് വാ, എൻ്റെ സ്നേഹം ഞാൻ നിനക്ക് പകരാമെന്ന്. എന്നാൽ ഈശോയെ, ബലഹീനയായ ഞാൻ പലപ്പോഴും അങ്ങയുടെ ആ ശബ്ദത്തിന് നിന്നു തന്നിട്ടില്ല. പലപ്പോഴും എൻ്റെ ജീവിത വെപ്രാളത്തിനിടയിൽ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈശോയെ, ജീവിതത്തിൽ പലപ്പോഴും നിശബ്ദത എന്നത് എനിക്കില്ലാണ്ട് പോയ അവസരങ്ങളാണ്. ഞാൻ അങ്ങയുടെ മുമ്പിൽ വരുമ്പോഴും ഈശോയെ, എനിക്ക് പറയുവാനുള്ള സങ്കടങ്ങളും പരാതികളും ഒക്കെ ഉണർത്തിച്ചിട്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ നിന്നും എഴുന്നേറ്റു പോകും. എന്നാൽ അതിനുള്ള മറുപടി കേൾക്കുവാനോ അങ്ങയിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുവാനോ പലപ്പോഴും ഈശോയെ ഞാൻ നിന്നു തന്നിട്ടില്ല. നാഥ, ഈ നിമിഷങ്ങളിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാ. ഈശോയെ, നിന്റെ ആ സ്നേഹത്തിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുതരികയാ. സങ്കീർത്തകന് ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളുമെന്ന്. ഈശോയെ, ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തരികയാ. ഈശോയെ, ഒട്ടും ധൈര്യമില്ലാത്തവളാ. പല പ്രശ്നങ്ങളും വരുമ്പോൾ ഈശോയെ, നിന്നിൽ ആശ്രയിക്കുവാൻ പോലുമുള്ള വിവേകമില്ലാത്തവളാ. ഈശോയെ, ഞാൻ പരിപൂർണമായിട്ടും എന്നെ സമർപ്പിക്കുകയാ. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം, എൻ്റെ എല്ലാ സഹനങ്ങൾക്കുമുള്ള പ്രതിവിധി ഈശോയെ നിന്റെ കരങ്ങളിൽ മാത്രമാ. ഈശോയെ, ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ, അങ്ങയുടെ സഹനങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് എൻ്റെ സഹനങ്ങളെ മറക്കുവാനും എൻ്റെ സഹനങ്ങളെ അങ്ങയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ച് ആ കാൽവരി കുരിശിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങ് തരുന്ന ആനന്ദവും സന്തോഷവും രക്ഷയും സ്വീകരിക്കുവാനും എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഈശോയെ, നീ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഈശോയെ കാൽവരി കുരിശിൽ നീ എനിക്ക് വേണ്ടി അർപ്പിച്ച ആ ബലി. ഈശോയെ, നിസ്സാരമായ സഹനങ്ങൾക്ക് മുമ്പിൽ ഞാൻ തകർന്നു പോകുമ്പോൾ, പതറിപ്പോകുമ്പോൾ, ഈശോയെ നിന്റെ ആ കുരിശിലേക്ക് നോക്കുവാൻ എനിക്ക് നീ ശക്തി തരണേ. ശിഷ്യന്മാരെ ഒരുപാട് സ്നേഹിച്ച് കൂടെയായിരുന്ന നാളുകളിലൊക്കെയും ഹൃദയം തുറന്ന സ്നേഹം അവരുമായിട്ട് പങ്കുവെച്ച് അവരെ പിരിയുവാൻ കഴിയാതെ, ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വരാതെ എന്നും അവരോട് കൂടെ ആയിരിക്കുവാന് അവസാന അത്താഴവേളയിൽ അങ്ങ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പൗരോഹിത്യം സ്ഥാപിച്ചു. ഈശോയെ, ഇന്നും ഞങ്ങളിലൂടെ ഞങ്ങളോടുള്ള ആ സ്നേഹം പങ്കുവയ്ക്കുവാന് ഈശോയെ ദിവ്യകാരുണ്യമായി അങ്ങ് മാറി. കൂടെ നടക്കുവാൻ, കൂടെ വസിക്കുവാൻ, ഉള്ളിലായിരിക്കുവാൻ ഈശോയെ നീ ഒരപ്പമായി ഒരു ഗോതമ്പത്തുണ്ടില് അങ്ങയുടെ സ്നേഹം മുഴുവനും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈശോയെ നീ ഞങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കി. കുരിശിലേക്കുള്ള ആ ബലിയാത്രയിൽ ഈശോയെ അങ്ങ് എന്തുമാത്രം സഹിച്ചു. ഗത്സമേനിലെ പ്രാർത്ഥനയും ഈശോയെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ പോലും തൻ്റെ സഹനത്തിൽ തന്നോടുകൂടെ നിൽക്കുവാന് അവർക്ക് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈശോയെ അങ്ങ് എന്തുമാത്രം വേദനിച്ചു. ഈശോയെ, അങ്ങയുടെ ആ ഹൃദയത്തിൻ്റെ വേദന ഈശോയെ ഇപ്പോൾ ഞാനും എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും കൂട്ടിനാരുമില്ല എന്ന്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളിലെ എൻ്റെ വേദനകളൊക്കെയും ഈശോയെ അങ്ങയുടെ ആ ഒറ്റപ്പെടലിൻ്റെ വേദനയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഈശോയെ, എൻ്റെ ആ മുറിവിൽ നിന്നും ഉണ്ടായിട്ടുള്ള എല്ലാ സഹനങ്ങളും, അതിനെ തുടർന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ സ്വഭാവ വൈകൃതങ്ങളും ഈശോയെ അങ്ങയുടെ ആ വേദനയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. നാഥ, ഇനിയും എൻ്റെ ജീവിതത്തിൽ ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയും ഈശോയെ, ഗത്സമേൻ തോട്ടത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, ആരാലും മനസ്സിലാക്കപ്പെടാൻ പറ്റാത്ത അങ്ങയുടെ ആ ഹൃദയ നൊമ്പരം കാണുവാന് ഈശോയെ എൻ്റെ ഹൃദയം തുറക്കണമേ.
ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. മണ്ണിന്റെ രൂപങ്ങൾ ഏറ്റെടുക്കാൻ വിണ്ണിലെ ഭാവങ്ങൾ വിട്ടെറിഞ്ഞ്. മണ്ണിന്റെ രൂപങ്ങൾ ഏറ്റെടുക്കാൻ വിണ്ണിലെ ഭാവങ്ങൾ വിട്ടെറിഞ്ഞ്. മർത്യനായി തീർന്നൊരു പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. മർത്യനായി തീർന്നൊരു പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. മർത്യരാം ഞങ്ങൾ തൻ ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. നിണമാർന്ന കണ്ണീരിൻ വേളകളിൽ കാണുന്നു നിൻ രൂപം ഹൃത്തടത്തിൽ. നിണമാർന്ന കണ്ണീരിൻ വേളകളിൽ കാണുന്നു നിൻ രൂപം ഹൃത്തടത്തിൽ. ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. മർത്യരാം ഞങ്ങൾ തൻ ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ഈശോയെ, ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ സഹനം എൻ്റെ പേര് പോയല്ലോ, ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതായി പോയല്ലോ ആണെങ്കിൽ അങ്ങയുടെ വേദന അതായിരുന്നില്ല. താൻ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയില്ലല്ലോ.
അവന് സ്വർഗരാജ്യം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വേദനയാണല്ലോ. ഈശോയെ, അങ്ങയോളം വലുതാകാന്, അങ്ങയുടെ ചിന്തകളോടും ഞങ്ങളുടെ ചിന്തകൾ ഉന്നതമാക്കുവാന് ഈശോയെ ഇനിയും ഞങ്ങൾ എത്രയോ വളരേണ്ടിയിരിക്കുന്നു. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, എൻ്റെ ചിന്തകളും അങ്ങനെ തന്നെ എന്ന പഴയ നിയമത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഈശോയെ, ഉന്നതമായ ചിന്തകളോടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ വീക്ഷിക്കുവാന് ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്ന അങ്ങയുടെ സഹനത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഈശോയെ അവയ്ക്കൊക്കെ എതിരെ ശബ്ദമുയർത്താറുണ്ട്. ആരോടും പറയുവാനോ സാധിച്ചില്ല എങ്കിൽ പോലും ഈശോയെ ഉള്ളിലിങ്ങനെ ഒരുപാട് പരിതപിക്കാറുണ്ട്. എൻ്റെ നാഥ, അങ്ങയെപ്പോലെ സഹനങ്ങൾക്ക് മുമ്പിൽ അനാവശ്യമായ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ അതൊക്കെയും സമചിത്തരായിട്ട് സഹിക്കുവാന്, ഒരു മറുവാക്ക് പോലും പറയാതെ അങ്ങയുടെ പീഡാസഹനത്തോടവ ചേർത്ത് വയ്ക്കുവാന് ഈശോയെ നീ ഞങ്ങളെ സഹായിക്കണേ. ചാട്ടവാറുകൊണ്ട് അവിടുത്തെ ശരീരം മുഴുവനും വലഞ്ഞു കീറിയപ്പോൾ അവിടുന്ന് ഏറ്റ ആ അടികളാൽ അവിടുത്തെ മാംസങ്ങളെല്ലാം ചിതറിക്കപ്പെട്ടു പോയപ്പോഴത്തെ ആ തീവ്രവേദന, ഈശോയെ നിന്നെ ആശ്വസിപ്പിക്കുവാന്, ഈശോയെ എങ്ങനെയാണ് നാഥ ആ വേദനയോട് താതാത്മ്യപ്പെടുക എന്നറിഞ്ഞുകൂടാ. ഒരു മനുഷ്യന് സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര തീവ്രമായിരുന്നു ആ വേദനയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാഥ, ഈ നിമിഷത്തിൽ ആ മുറിവേ കൂടി ആ മുറിവുകൾക്ക് ആശ്വാസം പകരുവാന് ഈശോയെ ഞാനും ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയണമെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ വിധിക്കണമെന്നുമൊക്കെ തോന്നുന്ന അവസരങ്ങളെ ഈശോയെ ഞാൻ അങ്ങേക്ക് വിട്ടുതരികയാ. അപ്പോഴൊക്കെയും നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഈശോയെ എൻ്റെ പ്രലോഭനത്തെ അങ്ങേക്ക് വിട്ടു തന്നുകൊണ്ട് അങ്ങയുടെ ആ മുറിവുകളെ ആശ്വസിപ്പിക്കുവാന് ഞാൻ ആഗ്രഹിക്കുകയാ. നാഥ, ആ മുറിപ്പാടുകളിലേക്ക് സ്നേഹമായി ഈശോയെ ആശ്വാസമായി എൻ്റെ തലോടലുണ്ടാകുവാൻ, സ്നേഹപൂർവം അങ്ങേ തലോടുവാന് ഈശോയെ എൻ്റെ നാവുകളെ ഞാൻ നിയന്ത്രിക്കുകയാ. എല്ലാ പീഡനങ്ങൾക്കും ഒടുവിൽ എല്ലാ ക്രൂരതകളും അങ്ങ് ഏൽക്കേണ്ടി വന്നു. അതിനൊടുവിൽ ഈശോയെ അങ്ങയുടെ ശിരസിൽ മുൾക്കിരീടം ചാർത്തുന്നുണ്ട്.
അസഹ്യമായ ആ വേദന നാഥ അങ്ങ് എപ്രകാരം സഹിച്ചുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈശോയെ, ഒരു കുഞ്ഞു സൂചി ദേഹത്ത് കയറുമ്പോൾ പോലും അത് താങ്ങുവാൻ പറ്റാതെ വേദനിച്ചു പോകുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ശിരസിലെ മുൾമുടി അണിയിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. പരിഹാസ രാജാവായിട്ട് അങ്ങയെ വാഴിച്ച അവസ്ഥ. ഈശോയെ, പലപ്പോഴും മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടണമെന്നും എല്ലാവരാലും അംഗീകരിക്കപ്പെടണമെന്നും ഒന്നാമതാവണമെന്നുമൊക്കെയുള്ള ആഗ്രഹമുള്ളിൽ പേറുമ്പോൾ ഈശോയെ, അങ്ങയുടെ മുൾമുടി അണിഞ്ഞ ശിരസ്സോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ധ്യാനിക്കുവാൻ നീ കൃപ തരണമേ. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുമ്പോൾ ഈശോയെ, അവിടുത്തെ തിരുമുമ്പിൽ വന്ന് മുൾമുടി അണിഞ്ഞ അങ്ങയുടെ തിരുമുഖം ധ്യാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഈശോയെ, അഹങ്കാരത്തിൻ്റെ ചിന്ത ഉള്ളിലുണ്ടാകുമ്പോഴൊക്കെയും മുൾമുടി അണിഞ്ഞ അങ്ങയുടെ ശിരസ്സും ചോരത്തുള്ളികളാൽ പൊതിഞ്ഞ അങ്ങയുടെ തിരുമുഖവും ഞങ്ങൾ ധ്യാനിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയോട് ഞങ്ങളെയൊക്കെ ചേർത്ത് വെക്കുവാൻ ഈശോയെ ഞങ്ങളൊന്നുമല്ല എന്ന് തിരിച്ചറിയുകയാണ്. പലപ്പോഴും ഞാൻ വലിയ പാപിയൊന്നുമല്ല എന്ന് പറയുമ്പോഴും ഈശോയെ, ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന മൂലപാപങ്ങളുടെ, അഹങ്കാരത്തിൻ്റെ, അസൂയയുടെ, വിദ്വേഷത്തിൻ്റെയൊക്കെ മുള്ളുകളെ നാഥ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, കുരിശു വഹിച്ചുകൊണ്ടുള്ള അങ്ങയുടെ ആ കാൽവരി യാത്ര എത്രയോ വേദനാജനകമാണ്. ആരാലും അറിയപ്പെടാത്ത ആ തിരുത്തോളിലെ ആ തിരുമുറിവിനെ ഈശോയെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുകയാണ്. ആരാലും അറിയപ്പെടാത്ത ആ തിരുത്തോളിലെ തിരുമുറിവിൽ ഈശോയെ ഞാൻ എന്നെ ചേർത്ത് വയ്ക്കുകയാണ്. ആരും അറിയാത്ത എൻ്റെ സഹനങ്ങളെ, എൻ്റെ നൊമ്പരങ്ങളെ ഈശോയെ ആ തിരുമുറിവിലേക്ക് സമർപ്പിക്കുകയാണ്. കാരുണ്യവാനായ കർത്താവേ, ഈ നോമ്പുകാലത്ത് അങ്ങയുടെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാഥ, നിന്നിലല്ലാതെ മറ്റാരിലും ഞങ്ങൾ ആശ്രയം കണ്ടെത്താതിരിക്കട്ടെ. മാനുഷികമായ സഹായങ്ങളും മാനുഷികമായ സപ്പോർട്ടുകളുമൊക്കെ ഈശോയെ നിലനിൽക്കുന്നതല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ
മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ, ആരും എന്നെ മക്കളെ കരുതുന്നില്ല, സ്നേഹിച്ച ആരും എന്നെ വലിയ മനസ്സിലാക്കുന്നില്ല എന്ന് സ്നേഹക്കടലിലേക്ക് കുറ്റപ്പെടുത്താതെ, എത്തിപ്പെടാനായിട്ട് ഈ എല്ലാം മക്കൾക്കൊക്കെ കാണുന്ന, കഴിഞ്ഞാല് പിന്നെ എല്ലാം അവർക്കാർക്കും നോക്കിയിരിക്കുന്ന സ്നേഹത്തിന് വേണ്ടിയുള്ള ആ നല്ല ദാഹം ദൈവത്തിന് ഉണ്ടാവുകയില്ല. മുമ്പിലേക്ക് സമർപ്പിക്കുവാന് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ ഈശോയെ വരുവേ, ഞങ്ങളെയും പഠിപ്പിക്കണമേ. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ജീവന്റെ നീർച്ചാൽ അവനിലേക്ക് ഒഴുകി കൊടുക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, സ്വർഗം എല്ലാ പോലും മക്കളെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് നിശബ്ദമാണ് ഞാൻ ചേർത്ത് വെക്കുകയാണ് എന്ന് തോന്നുന്ന കർത്താവേ, അവസരങ്ങളിൽ കൂടെയും ഓരോ മനുഷ്യ മക്കളും അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുതൽ, അങ്ങയുടെ കാരുണ്യം എല്ലാം അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ എന്ന് ഈ ആഗ്രഹിക്കുകയും വേനൽക്കാലത്തിനപ്പുറം ഒരു മഴയുണ്ട് എന്ന് ആ നല്ല കള്ളന് തിരിച്ചറിയുവാൻ അവിടുന്ന് അന്നു തന്നെ പർദീസായുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. സത്യമായി നിന്നോട് പറയുന്നു, നീ മഴയെ ഇന്ന് വേണ്ട എന്നോട് വിധം കൂടി സ്വീകരിക്കുവാന് പർദീസായിലായിരിക്കുമെന്ന്. ഇനി ഒരുക്കുന്ന മറ്റൊരു ദിവസം നീ അനുഭവിച്ചിട്ട് വാ, അനുഭവമാണ് നീ കുമ്പസാരിച്ചിട്ട് വാ, അല്ലെങ്കിൽ എന്റെ ഒറ്റപ്പെടലെന്ന് തിരിച്ചറിയുവാന് പരിഹാരം ചെയ്യുക എന്നൊന്നും നാഥാ ഈശോയെ അവിടുന്ന് സഹായിക്കണമേ. പറഞ്ഞില്ല. ഇന്ന് നീ എന്നോട് കൂടി ഈ പർദീസായിലായിരിക്കും. നിമിഷങ്ങളില് ഈശോയുടെ ആ കാൽവരി കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് നമ്മുടെ പാപങ്ങളെ സമർപ്പിക്കാം. ഈശോയെ, ഈ നോമ്പുകാലത്ത് എന്നെ നന്നായി മനസ്സിലാക്കി, എന്നെ വേണ്ട വിധം കണ്ടെത്തി ഒന്ന് അനുതപിക്കുവാന്, ഒന്ന് നന്നായി കുമ്പസാരിക്കുവാന് ഈശോയെ നീ എന്നെ ഒന്ന് സഹായിക്കണേ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ആത്മാർത്ഥമായിട്ട് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് എൻ്റെ പാപ അവസ്ഥയാണെന്ന് തിരിച്ചറിയാം. ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. അളവില്ലാത്ത സ്നേഹത്താൽ അവിടുന്ന് നമ്മെ പൊതിയുന്നുണ്ട്. എന്നാൽ എൻ്റെ പാപ സാഹചര്യങ്ങൾ, അനുതപിക്കാത്ത എൻ്റെ അവസ്ഥ അവിടുത്തെ സ്നേഹത്തിൽ നിന്നും എന്നെ വ്യതിചലിപ്പിക്കുകയാണ്. ഈശോയെ, നീ എനിക്ക് വേണ്ടി നേടിയെടുത്ത രക്ഷ എനിക്ക് സ്വന്തമാക്കണം. ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി സഹിച്ച പീഡകൾ ഈശോയെ എനിക്കും എൻ്റെ ഹൃദയത്തിൽ സ്വന്തമാക്കണം. ഈശോയെ, അങ്ങയുടെ പീഡാസഹനത്തോട് ചേർത്ത് ഈ നോമ്പുകാലം പൂർത്തിയാക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ വക്താവാ മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അനുതാപമുള്ള ഒരു ഹൃദയം നൽകണം. ദാവീദ് രാജാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ച ദാവീദ് രാജാവ് തൻ്റെ തെറ്റു തിരിച്ചറിഞ്ഞപ്പോൾ അവിടുത്തെ മുമ്പിൽ മനസ്തപിക്കുന്നുണ്ട്. നാമും ഒരുപാട് പാപികളായിരിക്കാം, പാപം ചെയ്ത് അവിടുത്തെ വേദനിപ്പിക്കുന്നവരായിരിക്കാം. എന്നാൽ അവിടുന്ന് നമ്മളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാം നഷ്ടപ്പെടുത്തി തൻ്റെ സ്വത്ത് മുഴുവനും കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞ ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന ഒരു പിതാവ്, പാപം ചെയ്ത് അകന്നുപോയാലും ഉത്തമമായ മനസ്താപത്തോടെ നമ്മുടെയൊക്കെ തിരിച്ചുവരവും കാത്തിരിക്കുന്ന ആ കർത്താവിൻ്റെ മുമ്പിൽ ദാവീദ് രാജാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ അകൃത്യം
നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. ഈശോയെ, ഏറ്റവും അടുത്ത് ഒരുങ്ങി കുമ്പസാരിക്കുവാന് അനുതാപമുള്ള ഹൃദയത്തോടെ ഈശോയെ, അങ്ങയുടെ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുവാന് അനുവദിക്കണമേ. നാഥ, ഈ ആരാധനാ മണിക്കൂറിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലേക്കും നീ വന്നു നിറയണമേ. ഈശോയെ, അളവില്ലാത്ത സ്നേഹത്താൽ ഈ നിമിഷങ്ങളിൽ അങ്ങനെ പൊതിഞ്ഞതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ, ഞാനങ്ങേ വാഴ്ത്തുകയാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.